السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, മറ്റ് സഹോദര സഹോദരിമാർ, മക്കം ഫത്തഹ് ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നു. അതിൻ്റെ എത്രാം ഭാഗമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഭാഗം നോക്കിയിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം പറയുമ്പോൾ അന്നത്തെ മൂഡിനനുസരിച്ചൊക്കെ അത് പറയും. നിർത്താൻ തോന്നുമ്പോൾ അത് നിർത്തും. ഇങ്ങനെയാണ് നമ്മുടെ പതിവ്. 4 ദിവസമോ 5 ദിവസമോ പറഞ്ഞു തോന്നുന്നു. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത് മറ്റൊരവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഇതിൻ്റെ ഒരു ഓട്ട പ്രദക്ഷിണം മാത്രമേ ഞാൻ ഇപ്പോൾ നടത്തുന്നത്. കാരണം ഇത് ഈ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് പറയാത്തത് കൊണ്ടും ഇതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്കൊന്നും കടക്കാത്തത് കൊണ്ടും പിന്നെ ഏതൊരു ചരിത്രം കിട്ടുമ്പോഴും അതൊന്ന് ഓടിച്ചു നോക്കൽ പൊതുവെ എനിക്കൊരു വീക്കൻസ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടൊരു അത് നിങ്ങളോട് കൂടെ ആയിരിക്കാം എന്നാണ് ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചത്. മുമ്പ് സാധാരണ മറ്റുള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന അന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയാണ് സ്റ്റേജിൽ നിന്ന് കയറാറുള്ളത്. ഇനി അതന്നെ പറ്റിയില്ലെങ്കിൽ എൻ്റെ അമ്മക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയാണ് സ്റ്റേജിൽ കയറുള്ളത്. ആ ഒരു പറയലാണ് ഇപ്പോൾ ഈ ക്ലാസ് റൂം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള ഒരു പറയൽ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിശദമായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. അതിൻ്റെ ചരിത്രത്തിൻ്റെ വിശദമായ ഭാഗങ്ങളൊക്കെ ഒന്ന് വിശദമായി പഠിച്ചതിന് ശേഷം. ഏതായാലും ഇപ്പോൾ നാം പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടാക്കിയ കരാർ. ആ കരാറിൽ അന്ന് മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് എത്തിയാൽ അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം എന്നും തിരിച്ച് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ആളുകളെ അങ്ങോട്ടും പറഞ്ഞയക്കാം എന്നും ആണ് എന്നും അതല്ല മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ അങ്ങോട്ട് പറഞ്ഞയക്കുകയില്ല, മക്കയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടെത്തിയാൽ അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം എന്നുമായിരുന്നു കരാറിൽ എന്നും പറയപ്പെടുന്നു. അതുപോലെ 10 വർഷത്തോളം യുദ്ധം പാടില്ല, പരസ്പര കലഹങ്ങൾ പാടില്ല, പരസ്പരം ആർക്കും ഏതിലും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം. പ്രവാചകന്റെ മതത്തിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, അത് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഇതിന്റെ പേരിൽ പരസ്പര കലഹങ്ങളോ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കരാറുകൾ. ഈ കരാറിന് ഖുറൈശികളെ പ്രേരിപ്പിച്ച വസ്തു എന്ന് പറയുന്നത് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിലുണ്ടായ, അതായത് ബദർ യുദ്ധത്തിൽ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു അവരെ പിന്തുടർന്നുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട സ്വത്തുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി മഹാനായിരിക്കുന്ന പ്രവാചകനും അവിടുത്തെ അനുയായികളും പുറപ്പെട്ട കാരണത്താൽ ഈ ഒരു ഭീതി പിന്നീടുള്ള വർഷങ്ങളിലും അവിടെ നിലനിന്നതുകൊണ്ട് അവരുടെ ഈ കച്ചവട യാത്ര മുടങ്ങിപ്പോയി. അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന പ്രവാചകന് ഇങ്ങോട്ട് ഉംറക്കൊന്നും വരാൻ പറ്റാത്ത രൂപത്തിൽ ഈ ഒരു ശത്രുത ഇവിടെയും അവർ വരുത്തി. അതുകൊണ്ട് ഇത് രണ്ടും അപകടമാണ് എന്ന് മനസ്സിലാക്കുകയും ഇതിന് ഒരു അനുവാദം കൊടുത്താലല്ലാതെ പ്രവാചകൻ മറ്റ് അവരെ സുഖമായിരിക്കുന്ന ഒരു യാത്ര ഒരിക്കലും അവർക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ഈ കരാറിന് നിർബന്ധിതരാവുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ മഹാനായിരിക്കുന്ന പ്രവാചകനെ മുസ്ലിങ്ങളെ ഒരു ശക്തിയായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതും അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന പ്രവാചകന് നിർഭയം പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം പ്രചരിപ്പിക്കാനുമുള്ള അവസരം ഇതിൽ കൂടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഈ കരാറിൽ ഒരു മസ്ലഹത്ത് എന്നുള്ള രൂപത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ പ്രവാചകനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സത്യത്തിൽ ആ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് പലർക്കും പലതിനോടും യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു മസ്ലഹത്ത് ചർച്ച നടക്കുമ്പോൾ ഈ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് എന്ന് മഹാനായിരിക്കുന്ന പ്രവാചകൻ ലോകത്തിനെ പഠിപ്പിക്കുകയായിരുന്നു. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്.
രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അല്ലെ രണ്ട് ആളുകൾ തമ്മിൽ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ വാശി തന്നെ, നമ്മുടെ കാര്യങ്ങൾ തന്നെ അവിടെ ഉൾക്കൊള്ളണം, അത് തന്നെ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാശി നമ്മളാരും പിടിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എപ്പോഴും വിട്ടുവീഴ്ച, ഒരു മസ്ലഹത്ത് ഉണ്ടാകുമെങ്കിൽ അവിടെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് പ്രവാചകൻ തന്റെ അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് അയച്ച കത്തില് ബിസ്മില്ലാഹി അല്ലാഹുമ്മ യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയ അതേ രൂപത്തിൽ തന്നെ തിരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയപ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, റഹ്മാനുർ റഹീമിനെയും ഞങ്ങൾ അറിയില്ല, അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറയുകയും അത് മാറ്റിയിട്ട് ബിസ്മില്ലാഹി ഇങ്ങോട്ട് എഴുതിയ അതേ രൂപത്തിൽ തന്നെ കത്ത് അങ്ങോട്ടും എഴുതുകയും നിങ്ങൾ എഴുതിയ എല്ലാ കരാറിനും ഞാൻ അംഗീകരിക്കുന്നു, അത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, പക്ഷേ ഈ കരാറ് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളൊരു മറുപടി പ്രവാചകൻ തിരിച്ച് അബൂ സുഫിയാന്റെ കയ്യിൽ കൊടുക്കുകയും ആ മറുപടി കേട്ടുകൊണ്ട് അവരെല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹുസായി ഗോത്രക്കാർ മഹാനാർക്കുന്ന പ്രവാചകന്റെ അനുയായികളും അതുപോലെ ബനൂ ബക്കർ ഗോത്രക്കാർ പ്രവാചകന് എതിരുള്ള ഖുറൈശി വിഭാഗത്തിന്റെ ആളുകളും ആയിരുന്നു. അങ്ങനെ ബനൂ ബക്കർ ഗോത്രക്കാരിൽപ്പെട്ട ഒരാൾ മഹാനായിരിക്കുന്ന പ്രവാചകനെ വല്ലാതെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ പ്രവാചക സ്നേഹിയായിരിക്കുന്ന ഹുസായി ഗോത്രക്കാരനത് സഹിച്ചില്ല. അവനോട് പല രൂപത്തിൽ അത് നിർത്താൻ പറഞ്ഞപ്പോഴും വളരെ ആക്ഷേപകരമായിരിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയും പ്രവാചകന് വളരെ ആക്ഷേപകരമായിരിക്കുന്ന വളരെ അനാവശ്യമായ രൂപത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമനില തെറ്റുകയും ഒട്ടകത്തിന്റെ എല്ലെടുത്തുകൊണ്ട് വളരെ ശക്തമായിരിക്കുന്ന അടിയടിച്ചുകൊണ്ട് ബനൂ ബക്കർ ഗോത്രക്കാരിൽപ്പെട്ട അവൻ മരിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ പേരിൽ ഈ പേരും പറഞ്ഞുകൊണ്ട് പിന്നീട് ബനൂ ബക്കർ ഗോത്രക്കാർ ഒന്നിച്ച് എതിർക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഹുസായി ഗോത്രക്കാരെല്ലാം ദാറുന്നതുവത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. ദാറുന്നതുവത്തില് ഹുസായി ഗോത്രക്കാര് വന്നപ്പോ ബനൂ ബക്കർ ഗോത്രക്കാര് അബൂ സുഫിയാനോട് ചെന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഇവരെ വകവരുത്താൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അബൂ സുഫിയാന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം വളരെ രഹസ്യമായിക്കൊണ്ട് നട്ടപ്പാതിരാ സമയത്ത് അവർ ദാറുന്നതുവത്തിലുണ്ട് എന്ന് പറയുകയും അവിടെ പോയിട്ട് അവരോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ അബൂ സുഫിയാന് അവർക്ക് രഹസ്യ പിന്തുണ കൊടുത്തതിന്റെ പേരിൽ ബനൂ ബക്കർ ഗോത്രക്കാര് ദാറുന്നതുവത്തിൽ ചെന്നുകൊണ്ട് ഹുസായി ഗോത്രക്കാരിൽ നിന്ന് വളരെ അധികം ആളുകളെ വധിക്കുകയും ചെയ്തു. പാട്ട് വരും സിറാജ്. ഉളന്തോടണ്ടും നടവഴിയിൽ ഒരു പേർ മുഖത്തൊരു പേർ പാർത്താൽ ഉളമും ഞെട്ടി പാട്ടസൈഹത്താൽ ഉടൻ അടൈത്ത് വാഹസ്രത്താം അളവില്ലാതെ നിലവിളിത്തും അടുത്ത് നെഞ്ചിൽ വീരൽ കണ്ടിത്തും വഴിയിൽ കിടന്തോറും കിടലും വക ചൊല്ലിക്കൊണ്ടാരണ്ടിടലും അരണ്ട് നങ്കൾ കനിമക്കളെ ആറ്റി പോറ്റും നേരേത് നാളെ. ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ അവർക്ക് മുല കൊടുത്തതായിരിക്കുന്ന മാതാക്കളെ എന്താണ് കാണുക, ആ മാതാവ് മരണപ്പെട്ടു പോയല്ലോ, എന്റെ എല്ലാം സ്നേഹിച്ചുകൊണ്ട് എന്നെ വളർത്തിയ ഉപ്പ എന്നെ വിട്ടുപോയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മക്കൾ കരയാൻ തുടങ്ങി, മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. മക്കൾ കരയുന്നു, മാതാക്കൾ കരയുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വിലപിക്കുകയാണ്. ഇവിടെ ഈ ദിവസത്തിൽ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു മദീനയിൽ ഇരുന്നു കൊണ്ട് കഅബ ഷരീഫിലേക്ക് നോക്കിയിട്ട് കഅബയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് സ്വതക്ക നസർത്തു എന്ന് 3 പ്രാവശ്യം പറയുന്നതായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൈമൂന ബീബിയായിരുന്നു എന്ന് പറയുന്നു. മൈമൂന ബീബി കേട്ടു എന്നും അതല്ല ഒരു അൻസാരി കേട്ടു എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ കേട്ടതായിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നു, അല്ല പ്രവാചകരെ, ആരോടാണ് താങ്കൾ ഈ സംസാരിക്കുന്നത്? മക്കയിലേക്ക് നോക്കിയിട്ടാണ് ഈ പറയുന്നത്, ആരോട് ആണ് താങ്കൾ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, അത് ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറയുകയും ബഹുമാനപ്പെട്ട പ്രവാചകൻ വളരെ ഒരു ദുഃഖത്തോടു കൂടെ അവിടെ ഇരിക്കുകയും ചെയ്തു തഹജ്ജുദ് നിസ്കരിക്കാൻ സമയത്ത്.
ആ സമയത്താണ് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ ക്രൂരമായിരിക്കുന്ന കൊലപാതകം ബനൂ ബക്കർ ഗോത്രക്കാര് ഹുസായി ഗോത്രക്കാരെ നടത്തിയതിനു ശേഷം ഇവിടെ ഇവർ കരാർ ലംഘിക്കുകയായിരുന്നു. കാരണം ഇവിടെ കരാറനുസരിച്ചുകൊണ്ട് ബനൂ ബക്കർ ഗോത്രക്കാർക്ക് ഒരിക്കലും ഖുറൈശികൾ സഹായിക്കാൻ പാടില്ല. കാരണം ഖുറൈശികൾ ഇവിടെ കരാറുള്ളത് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇവിടെ കരാർ ഖുറൈശികൾ ലംഘിച്ചു. ഈ കാര്യം വന്നുകൊണ്ട് ബനൂ ബക്കർ ഗോത്രക്കാർ മഹാനായിരിക്കുന്ന പ്രവാചകനെ അറിയിച്ചു. പ്രവാചകൻ അറിയിച്ചതായിരിക്കുന്ന സമയത്ത് പ്രവാചകൻ അത് കേട്ടുകൊണ്ട് വളരെയധികം ദുഃഖിതനാവുകയാണ്. കേട്ട് നബിയുള്ള നാട്ടം ഈരണ്ടിലും കേടത്താൽകം നിറയപ്പേട്ട് പൊളുതുണൻ കൂറി ഹൂസ ഓരിലയിന്റെ പാർത്ത കൂട്ടം കോറൈശില്ലാബൂസോഫിയനോട് കേട്ടില്ലേ ഹാദൽ ഖാതിലിൻ ചെയ്തി. അവ മൊഴി കേട്ടവർ രണ്ടും പാടാ കോട്ടം വാണുഗാതെ കോമാന്റെ ബിയേനി കെളുവീറബൂ സുഫിയാനദാനെ കുളവരെ കൊല്ലിപ്പാനയുള്ള വില്ലൻ താനേ. ഹുസായി ഗോത്രക്കാർ വന്നുകൊണ്ട് മഹാനായ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, വളരെ ക്രൂരമായിരിക്കുന്ന രൂപത്തിലാണ് നബിയെ ഞങ്ങൾ അവരാക്രമിച്ചത്. നട്ടപ്പാതിരാ സമയത്ത് ചതിയിലൂടെ ഞങ്ങൾ റുകൂഇലും സുജൂദിലും ആയിരിക്കുന്ന സമയത്ത്, അതുപോലെ പലരും നിദ്രയിലായിരിക്കുന്ന സമയത്ത് അറിയാതെ വന്നുകൊണ്ടാണ് നബിയെ അവർ ഞങ്ങളെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല ഞങ്ങളിലുള്ള സ്ത്രീകളെ മുഴുവനും അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് നബിയെ. വളരെ ക്രൂരമായിരിക്കുന്ന രൂപത്തിൽ, മനുഷ്യത്വപരമായില്ലാത്ത രൂപത്തിലാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം അബൂ സുഫിയാൻ അറിയുമോ? അബൂ സുഫിയാൻ അറിഞ്ഞുകൊണ്ടാണോ ഈ ഖുറൈശികൾ ഈ കാര്യങ്ങൾക്കെല്ലാം സഹായിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന നബിയെ, അബൂ സുഫിയാൻ അറിയുന്നു എന്ന് മാത്രമല്ല, അബൂ സുഫിയാനാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. അബൂ സുഫിയാനാണ് നബിയെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് എന്ന് ഹുസായി ഗോത്രക്കാർ പറയുകയാണ്. കാട്ടിന്നേമൈകളെ കൂട്ടം മാണ്ടെങ്കിലും നാശം ഭായത്ത് തീഹാമ് കൊള്ളെ നടന്തമേനാഥൻ അബൂ സുഫിയാനിൽ ബിൽവായ് വിണ്ടവൻ മാങ്ങളെ കൊണ്ട് നാടുന്നൂടൻ വിടന്ന ദൈവത്തിൽ പാർപ്പിത്താനെ അമൈകളിൽ വേണ്ടും താനും പായസും തന്നേ മന്ദിരത്താലെ പാനിവർ മണ്ഡകം വീട്ട് തീഹാമിൽ ചേർന്ന് അവർകളെ മൈകൾ പാർത്തേ. ബനൂ ബക്കർ ഗോത്രക്കാരിൽപ്പെട്ട ഒരുത്തനെ വധിച്ചതിന്റെ പേരിൽ കലഹം ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിവായിട്ട് ആ ഒരു പ്രതിസന്ധി ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നേതൃത്വത്തിലേക്ക് ചെന്നത്. എല്ലാവിധ സഹായങ്ങളും അബൂ സുഫിയാൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റ് പാർപ്പിട സൗകര്യങ്ങളും എല്ലാം ചെയ്യുകയും അങ്ങനെ നേതൃത്വത്തിൽ ഞങ്ങൾ താമസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് ഉണ്ടായതെന്ന് പറയുമോ നബിയെ? നട്ടപ്പാതിരാ സമയത്ത് പന്തിയാം താറുന്നദവത്തിൽ കേറ്റിയും പകയരെ കൊണ്ടൻ കാബായിലോരെ ഉരൈമതിൽ പാട് തീരി തൊന്ന ബൂസു പാട് തീരി തൊന്ന ബൂസുഫിയാൻ എന്റെ പാടിയവർ രണ്ടും മോളിന്തുടൻ ഏകൻ തീരു താരുളനൂറും വാവിൽ ഹുസുനുകൾ ഏറി പുന്നാരങ്ങൾ
നയനിന്നപ്പോൾ അങ്ങനെ നട്ടപ്പാതിരാ സമയത്ത് യാതൊരു മുൻ പ്രതീക്ഷയുമില്ലാതെ നബിയെ ബനൂ ബക്കർ ഗോത്രക്കാർ ഞങ്ങൾ വന്നുകൊണ്ട് അറുകൊല ചെയ്യുകയായിരുന്നു എന്ന് മഹാനാർക്കുന്ന പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ്, വല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്നിട്ടോ നയനം നീരണ്ടിൽ നീറഞ്ഞുള്ളതും ആലുൽ നാരം ചേർഹദ്ദനില്ലസീഹു പുനമൊളിരഹൗല തോട്ട് ആലിമിൻതോളും. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊടുക്കിയിട്ട് അവിടുന്ന് പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സങ്കടത്തോടുകൂടെയും ദുഃഖത്തോടുകൂടെയും മഹാനായിരിക്കുന്ന പ്രവാചകൻ ചുണ്ടുകൊണ്ടതാ പറയുകയാണ്, നാവ് കൊണ്ട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രവാചകൻ വളരെ വിഷമത്തോടുകൂടെ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, ില്ലാടിത്തക്കാരം കൂട്ടി ചെയ്തോ അബൂ സുഫിയാൻ നമതിലെ എന്നീ പാറയിവായിരിക്കും നേരം ഉയർന്നീല തോടുകൾക്കാരെ ശരം റൂഹുല്ലാമീനവർ ബന്ദിയ ഇറൈവൻ സലാമ നബിയിലെ ഓടീസലമും മടക്കിയാരേ. മഹാനായിരിക്കുന്ന പ്രവാചകന്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അബൂ സുഫിയാൻ ഇങ്ങനെ ചെയ്തു പോയോ, അബൂ സുഫിയാൻ ഇങ്ങനെ ചെയ്തോ എന്നുള്ള സങ്കടത്തോട് കൂടെ പറയുന്ന സമയത്ത് മഹാനായ മുഖറബ്ബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയെ അല്ലാഹുവിന്റെ സലാമുണ്ട്. അല്ലാഹു അങ്ങേക്ക് സലാം പറയുന്നു, ആ സലാം അടക്കുന്നു. എന്നിട്ട് പറയുന്നു, ദിയമ്മാന്തർ ഉങ്കൾ മുൻ തിരുമുൻ ശിഖായത്താൽ തോറ്റും കലാമെല്ലാം ഹക്കറാമി, അതിനാൽ ദയാനവന്റെ കേൾക്കുവീരേ, കേളുവിൻ ഹുസാഇ റജിലൈനി ഇവർകളിൽ കേട്ടോർ ഖുറൈശികൾ ചെയ്തിട്ടുള്ള കുലയുടെ ഖേദം തുലയ്ക്കാൻ അമർ അതാവേ. എളപാനിറയപ്പെട്ടുള്ള വിന്നോർകളും ഇപ്പോലെ ചൊല്ലിരിക്കുന്നു കാവേ. അപ്പളയം ബീരിൽ യാ ഹബീബേ. നബിയെ രണ്ടാളുകൾ തമ്മിൽ നടന്ന വ്യക്തിപരമായിരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ വളരെ രണ്ട് ആളുകൾ മാത്രം നടന്നതായിരിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ ഒരു ഗോത്രത്തിനെ ഒന്നിച്ച് എതിർക്കുകയും മാത്രമല്ല അതിൽ ആ കരാറ് ലംഘിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകരെ അവിടത്തോട് ആ കരാറിൽ ലംഘിച്ച വിഭാഗത്തിനോട് പ്രതികാരം ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. ആ സമയത്ത് മഹാനായ പ്രവാചകൻ ചോദിക്കുന്നു, അല്ലാ ജിബ്രീലേ, ഖുറൈശികളോട് ചെയ്തുള്ള കേമം മാറൂതി മുറിച്ചിടുന്ന ധരമത് കൈഫദാൻ ചെയ്വത് യാ ജിബ്രീലേ. വാൾവൂട്ടേറോടിം പാർത്തമോഴിന്ത് താൻ വന്നിടുവോളം നീർ പാർത്തിടുവേൻ അതുപടി ബിണ്ട് ജീബീരിലൂ ശർന്ത് പോന്നാർ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു സംശയം ചോദിക്കുന്നു, അതിലെ ജിബ്രീലെ, ഖുറൈശികളോട് നമ്മളൊരു കരാറുണ്ടല്ലോ, ആ കരാറിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നല്ലേ? അങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള കരാറ് നിലനിൽക്കെ എങ്ങനെയാണ് നാം അവരോട് ചെന്നുകൊണ്ട് പ്രതികാരം ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ മഹാനാക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന നബി, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ, അല്പം ഒന്ന് ഇത് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയാണ്. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചെത്തി. ജിബ്രായീൽ അലൈഹിസ്സലാം എറിയണം തമ്മിൽ പുകിന്തിടലാം ബഷിയെ ലഹില കൊണ്ടിടക്കാതില്ല ബനോദിഷിന്തിരെ സലാമോദലായി
ബശനൻ നബിയോടുറ്റുമയോതുവീ വല്ലൽ നബിയൈനതമയോതുവാൻ മൊഴിവായി വയന്നകസു ഐമാനഹും മിമ്പഴതി തോറത്തുടൻ ഹക്കീമെണ്ടോളം. ആ സമയത്ത് മഹാനാർക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നിമിഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയെ വഇന്നകസു ഐമാനഹും മിൻ ബഅദി അഹദിഹിം വതഅനു ഫീ ദീനികും ഫഖാതിലു അയിമ്മത്തുൽ കുഫ്രി ഇന്നഹും ലാ ഐമാന ലഹും ലഅല്ലഹും യൻതഹൂൻ لا تقاتلون قوما نكثوا إيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوا إن كنتم مؤمنين والله عليم حكيم എന്നുള്ള തൗബ സൂറത്തിലെ 12 മുതലുള്ള ആയത്തുകൾ. ആ ആയത്ത് ഓതിയിട്ട് മഹാനാർക്കുന്ന പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന നബിയെ അവർ കരാർ ലംഘിക്കുകയും അങ്ങനെ തങ്ങളുടെ ദീനിൽ അവർ ആക്ഷേപിക്കുകയും ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന ആ അവിശ്വാസികളായിരിക്കുന്ന ആളുകളോട് താങ്കൾ യുദ്ധം ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. കാരണം അവർ കരാറ് ലംഘിച്ചു കഴിഞ്ഞു. മാത്രമല്ല അങ്ങയുടെ ദീനിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ കരാറിന് ഇനി വില കൽപ്പിക്കേണ്ടതില്ല. അവരെ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് അവസാനിപ്പിക്കും. കാരണം എന്തിനാണ് നബിയെ അവരുടെ ഈമാനില്ലാത്തൊരു വിഭാഗം ആളുകൾ, മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകൾ, അവരെയാണോ താങ്കൾ ഭയക്കുന്നത്? അവരെന്തിനു ഭയക്കണം? ഭയക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് അല്ലാഹുവാണ്. ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളാണെങ്കിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെ, മറ്റൊരാളെയും അല്ല. അല്ലാഹു അലീമുൻ ഹകീം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വസ്തുത, മറ്റാരെയും നാം ഭയപ്പെടേണ്ടതില്ല സഹോദരന്മാരെ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് മറ്റാരെയും പേടിക്കേണ്ട ആവശ്യം ഇല്ല. അത് തന്നെയാണ് നമ്മുടെ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ. അവർക്ക് പടച്ച റബ്ബിനെ പേടിക്കുന്നത് കൊണ്ട് മറ്റൊന്നിനെയും അവർക്ക് പേടിയില്ല. അള്ളാഹുവിനെ ഒരാൾ പേടിക്കുന്നുവെങ്കിൽ എല്ലാ ആളുകളും അവനെ ഭയപ്പെടും. അതേ സ്ഥാനത്ത് അള്ളാഹുവിനെ പേടിക്കാതെ മറ്റുള്ളവരെ പേടിക്കുന്ന ആളുകൾക്ക് പലരെയും പേടിക്കേണ്ടി വരും. നമ്മുടെ പണ്ഡിതനൊക്കെ ഉള്ള ഒരു ഗുണം അതാണ്. അവര് വലിയ ഗാംഭീര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ വലിയ സുന്ദരന്മാരോ അല്ലെങ്കിൽ വലിയ ജാറകൾ കാണിക്കുന്ന ആളുകളോ ആയതുകൊണ്ടല്ല അവരെ ജനങ്ങൾ പേടിക്കുന്നത്, അവരെ ജനങ്ങൾ ഭയപ്പെടുന്നത്. മഹാനാർക്കുന്ന ശംസുൽ ഉലമയുടെ അടുക്കലൊക്കെ ഒരാൾക്ക് പോകണമെങ്കിൽ എന്തൊരു ഭയമായിരുന്നു. മഹാനാർക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനെ നേരിട്ടൊന്ന് കാണാൻ എന്തൊരു ഭയമായിരുന്നു. എന്തായിരുന്നു അവർക്കൊക്കെയുള്ള പ്രത്യേകത? അവർക്ക് മഹാനാർക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ഒരു ഹരിജനനോട്, അതായത് കീഴ്ജാതിയിൽപ്പെട്ട ഒരാള് തന്റെ ബസ്സിന്റെ സീറ്റിലിരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടുകൂടെ എണീച്ചു പോടാവിടുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കാം. ഇത് കേട്ടപ്പോൾ കണ്ടക്ടർ വളരെ ബേജാറായിപ്പോയി. കാരണം ഈ മഹാനാർക്കുന്ന കണ്ണീത്ത് ഉസ്താദിനെ പോലെ തന്നെ ചാർജ് തന്ന ആളാണല്ലോ മറ്റാള്. പക്ഷെ യാതൊരു മറുപടിയുമില്ലാതെ വളരെ ഭവ്യതയോടുകൂടി അവിടെ നിന്ന് എണീച്ചു പോയി. കാരണം എന്താണ്? പടച്ച റബ്ബിനെ പേടിച്ച ഒരു മഹാൻ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ പേടിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിനെയാണ് പേടിക്കാൻ നിങ്ങൾ ഏറ്റവും അർഹര്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്നാണ് പടച്ച റബ്ബ് തന്നെ പറയുന്നത്. അള്ളാഹുവിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്, മറ്റാരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയും ഇതങ്ങോട്ട് കേട്ടതോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വളരെ സന്തോഷം പുളകിതമാവുകയും ചെയ്തു. ഹക്കിമവൻ കൗലാതിരിത്തെ സാരം ഹക്കിറായ നീക്കിതിൽ പെടുത്താൻ പാരം ബാക്കാലൊരത്തുള്ള അറുതി തെറ്റി ബകകുങ്കളെ ദീനിൽ കുറവും ചാറ്റി. ഓതിയ ആയത്തിന്റെ അർത്ഥങ്ങൾ ഈ പാട്ട് രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് ഈ രൂപത്തിലാണ്: പോക്കാം തിഹാമീലുൽ ഖുറൈശിക്കാരിൽ പദവി പൊരുതുവാൻ അരുളൈവാരിൽ മിൽക്കോൻ കടവുളറിയതോ നീബീത്തം മുറയാലനന്ദം എഴുത്താനിൽ പൊരുത്തം നബിയൈ കവനത്തിനാൽ പെരികെ വളർമ കൊണ്ടുമക്കെത്തനാം തരമ്മീ പഠിപ്പിപ്പടരൂറ്റ് തരെ വീട്ടുടൻ തപ്പമാകമിൽ പെട്ട് പരൻമൂത്തിരസുൽ നബിയുള്ളാവിൽ
ഫർഹായിറയവൻ വഹിയുരയിൽ. ഇങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു പരിശുദ്ധമായിരിക്കുന്ന തൗബാ സൂറത്ത് ഓതുകയും അതിന്റെ അർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മഹാനായിരിക്കുന്ന പ്രവാചകൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം മിമ്മ അഖാഫു വഅഹ്ദറു എന്ന് പറഞ്ഞു. മിമ്മ അഖാഫു വഅഹ്ദറു, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതും അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നവനും ഞാനാണ്, പേടിക്കുന്നവനും ഞാനാണ് എന്ന് പറയുകയും ഇണ്ടിപ്പടിയാളെ സലാസപട്ടം ഓതി മുസമ്മിലർ വിളിക്കപ്പെട്ട് ബിന്റെ ഹുദൈലിബിനു അർഖമയും വിളിച്ച് ഉമർ ബിനു സാലിമായി വിളിച്ച് ഉമർ ഇബ്നു സാലിമൂ അണ്ടുള്ളവർ മുൻപന്തുരേ ഹോജാവേ എങ്കൾ ഇതായി പൊറിയനെ താജാവേ. അള്ളാഹുവിന്റെ റസൂലിന് യുദ്ധത്തിനുള്ള അനുവാദം കിട്ടി എന്ന് കണ്ടതായിരിക്കുന്ന സമയത്ത് പിന്നീട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇബ്നു അർഖം ഹുദൈൽ ഗോത്രക്കാരിൽപ്പെട്ട എണ്ടിപ്പടിയല സലാസപ്പെട്ട മോദി മുസമ്മിലർ പിടിക്കപ്പെട്ട് 3 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുകയും പിന്നീട് മിമ്മ അഖാഫു വഅഹ്ദറു എന്ന് പറഞ്ഞുകൊണ്ട് ഹുദൈൽ ഇബ്നു അർഖമിനെയും അതുപോലെ ഉമർ ഇബ്നു സാലിമിനെയും വിളിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ ചോദിക്കുകയാണ്, അണ്ടുള്ളവർ മുൻപന്തുരേ ഹോജാവേ എങ്കിൽ ഇതാന്നിപ്പോൾ യമൈതാജാവേ, എന്തിനാ നബി അവിടുന്ന് വിളിച്ചത്, അവിടുന്ന് പറയൂ കൽപ്പിക്കൂ എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് ബിണ്ടാൻ നബി അപ്പോൾ ഉമൈ കാബീല ഏറിട്ടുമക്കുണ്ടെന്നതൊക്കെ കാല അതപുറ്റുരത്ത് യാ റസൂലുള്ളാവേ അധികം ശിരണ്ടോർ ഉണ്ടെമൈക്ക് കാവേ യതികോൾ കൂട്ടയോർ ഒരേയായുങ്കിൽ യസ്റുവരോട് മഹായിങ്കേ. അത് കേട്ടുടൻ രണ്ടും നടത്തം കൊണ്ട് അരശർ വിളിത്തി മാമളിയിൽ പിണ്ട് അത് പോതെഴുതുവിൽ കിതാബാദൂരിൽ ഇസിനാസബൂന കബീലക്കാരിൽ. അവർ 2 പേരെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ 2 പേരുടെയും കബീല ഒരു യുദ്ധത്തിന് തയ്യാറാവേണ്ടി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന നബിയെ അവിടുന്ന് എന്താണോ കൽപ്പിക്കുന്നത് അപ്രകാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ബദർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ അതേ മറുപടി തന്നെ അവിടുന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, നബിയെ എന്താണോ അവിടുന്ന് കടലിൽ ചാടാനാണ് പറയുന്നത് എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. അല്ല, എന്താണോ അവിടുന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞതുപോലെ ഈ 2 പേരും പറയുന്നു, എന്താണ് നബിയെ അവിടുന്ന് പറയുന്നത്, അവിടുന്ന് അത് അക്ഷരം പ്രതി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് മഹാനാർക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് 72ഓളം കബീലയിലേക്ക് മഹാനാർക്കുന്ന പ്രവാചകൻ കത്തെഴുതാൻ പറഞ്ഞു. പക്ഷെ എവിടെയാണ് യുദ്ധം എന്നോ എങ്ങോട്ടാണ് യുദ്ധം എന്നോ എവിടെ വെച്ചുകൊണ്ടാണ് യുദ്ധം എന്നോ ആരോടും പറഞ്ഞില്ല. പറഞ്ഞത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറാവേണ്ടി വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് 72ഓളം കബീലയിലേക്ക് കത്തെഴുതുകയാണ്. അങ്ങനെ 72ഓളം കബീലയിലേക്ക് കത്തെഴുതുകയും ആ 72ഓളം കബീലയും ഈ കത്തിന് അനുകൂലമായിക്കൊണ്ട് പ്രവാചകൻ എന്താണോ പ്രവാചകൻ പറയുന്നത് അത് അക്ഷരം പ്രതി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള മറുപടി ഈ 72ഓളം കബീലയും തിരിച്ച് അറിയിക്കുകയും ചെയ്യുകയും. അങ്ങനെ 72ഓളം കബീലയിൽ നിന്ന് 10,000ഓളം ആളുകൾ ഈ യുദ്ധത്തിന് വേണ്ടി എവിടെയാണ് യുദ്ധം എന്നറിയാതെ മഹാനാർക്കുന്ന പ്രവാചകന്റെ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി ഹൈമകൾ കെട്ടി മദീന പള്ളിയിൽ മദീനയുടെ അടുത്ത് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടുകയാണ്. മഹാനാർക്കുന്ന പ്രവാചകൻ അവിടെ കാണുകയാണ്. അതിന്റെ ഇടയിൽ ഉണ്ടായ മറ്റൊരു സംഭവത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസത്തിൽ നാം പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല വേണ്ടതുപോലെ പറയുവാനും കേൾക്കുവാനും സർവശക്തനായിരിക്കുന്ന അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അത് കൂടെ ചൊല്ലണമെന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബിന്റെ അപേക്ഷ ഉള്ളത്. അതുകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അൽ ഫാത്തിഹ.